Assalamu alaikum warahmatullah. Good morning, dear students. Welcome to 8th Standard English class. Today we are going to start the second unit of 8th Standard. The name of the unit is Wings and Wheels. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് വിങ്സ് ആൻഡ് വീൽസ്, ചിറകുകളും ചക്രങ്ങളും. അപ്പോൾ നമ്മൾ യൂണിറ്റിൽ നിന്ന് തന്നെ ആ ഒരു ടൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. This unit will be related to travel or traveling. നമ്മൾ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കഥകളായിരിക്കും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. യു ക്യാൻ സീ ഈഫൽ ടവർ, താജ്മഹൽ, ദ എലഫൻസ്, പിരമിഡ്, അങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങൾ, പല സ്ഥലങ്ങളിലുള്ള ചിത്രങ്ങളാണ് നമുക്ക് യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇൻ ദ നെക്സ്റ്റ് പേജ്, യൂണിറ്റ് അറ്റ് എ ഗ്ലാൻസ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെയാണ് ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്, ഇതിലുള്ള ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിങ്സ് ആൻഡ് വീൽസ്. പ്രോസ്. എ ഷിപ്പ്‌വ്രെക്ക്ഡ് സെയിലർ ബൈ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്. ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്, കാരലിൻ ഷെർവിൻ ബെയ്ലി. പോംസ് ഫ്രം എ റെയിൽവേ കാരേജ്, ആർ.എൽ. സ്റ്റീവൻസൺ. മാർവലസ് ട്രാവൽ, ജോഷുവ ഫെർണാണ്ടസ്. അപ്പോൾ ഇത്ര 4 ചാപ്റ്റേഴ്സാണുള്ളത്. 2 പോം, 2 പ്രോസുമാണുള്ളത്. ഒന്നാമത് ഷിപ്പ്‌വ്രെക്ക്ഡ് സെയിലർ, വിൽ സ്റ്റാർട്ട് ദാറ്റ് ടുഡേ. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് എന്നുള്ള ഫേമസ് എഴുത്തുകാരനാണ് അത് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തതിലൊരു സ്റ്റോറിയാണ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. ഈ പോം 2 പോമാണ്. ഫ്രം എ റെയിൽവേ കാരേജ് ആൻഡ് മാർവലസ് ട്രാവൽ. നെക്സ്റ്റ്, ലേണിംഗ് ഔട്ട്കംസ്. നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതോടുകൂടെ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ റിസൾട്ടുകൾ, ഔട്ട്കംസ് എന്ന് വെച്ചാൽ റിസൾട്ട്, ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ബൈ ലേണിംഗ് ദിസ് യൂണിറ്റ് ദ ലേണർ വിൽ ബി ഏബിൾ ടു. ഈ യൂണിറ്റ് പഠിക്കുന്നത് കൊണ്ട് ലേണർ, പഠിക്കുന്ന അയാൾ, വിൽ ബി ഏബിൾ ടു എന്നൊരു പറയണം, ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ഏബിൾ ആയിരിക്കും എന്ന് വെച്ചാൽ കഴിവുള്ളവനായി മാറും. യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. Familiarize various literary forms like novel, story and poems. അപ്പോൾ നോവൽ, സ്റ്റോറി, പോം ഇങ്ങനെയുള്ള ലിറ്റററി ഫോംസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹിത്യവുമായിട്ട് നമുക്ക് ഒന്ന് ബന്ധപ്പെടാൻ, ഒന്ന് പരിചയപ്പെടാൻ. ഡെവലപ്പ് കോംപ്രഹെൻഷൻ ബൈ ഫൈൻഡിങ് ഔട്ട് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൻ അലോങ് സൈഡ് ദ ടെക്സ്റ്റ്. നമ്മൾ സാധാരണ എല്ലാ ചാപ്റ്ററിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണിത്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിന് ഉത്തരം എഴുതുക. നമുക്ക് സ്റ്റോറിയിൽ നിന്ന് ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം എഴുതുക. ഡെവലപ്പ് റീഡിംഗ് സ്കിൽസ് വിത്ത് പ്രോപ്പർ സ്ട്രെസ് ആൻഡ് ഇൻറ്റൊണേഷൻ. പ്രോപ്പറായിട്ടുള്ള സ്ട്രെസ്, ഇൻറ്റൊണേഷൻ. എന്താണ് സ്ട്രെസ്, ഇൻറ്റൊണേഷൻ എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഒന്നുമില്ല, കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ ചില ഭാഗങ്ങൾ നമ്മൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് പറയും, പ്രത്യേക ടോണിൽ പറയും. ഇൻറ്റോണേഷൻ നമ്മൾ പ്രത്യേക ഒരു രീതിയിലൊക്കെ പറയേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രാമ, ഒരു സ്കിറ്റ് വായിക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഓരോ പ്രത്യേക താളമൊക്കെ ഉണ്ടാവില്ലേ. ദേഷ്യപ്പെടുന്നവിടത്ത് നമ്മൾ ആ ഒരു പ്രത്യേക ശബ്ദത്തിൽ പറയുക. ഒന്ന് സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ആ ഒരു വോയിസ് മോഡുലേഷൻ വരുത്തുക. ഇതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കും. അണ്ടർസ്റ്റാൻഡ് പോയറ്റിക് ഡിവൈസസ് ലൈക്ക് ഇമേജസ്, റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം, അലിട്രേഷൻ ആൻഡ് അസനൻസ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലും ഒക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയുള്ള പോയറ്റിക് ഡിവൈസുകൾ പഠിക്കും. ഡെവലപ്പ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റി ഇൻ ട്രാവലിംഗ് ടു എക്സ്പ്ലോർ ന്യൂ വേൾഡ്സ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. our chapter is related to travel. So we'll develop an interest, ഒരു താല്പര്യം വളർത്തിയെടുക്കും. ക്യൂരിയോസിറ്റി, ആകാംക്ഷ, കൗതുകം, പുതിയ സ്ഥലങ്ങൾ കാണാൻ. അതാണ് എക്സ്പ്ലോർ ന്യൂ വേൾഡ്സ്. പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താൻ, പുതിയ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനൊക്കെ നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. ഡെവലപ്പ് കറേജ് ആൻഡ് കോൺഫിഡൻസ് ടു ഫേസ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഇൻ ലൈഫ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ നിർണായകമായ ആ ഒരു സമയത്ത് ധൈര്യം, കോൺഫിഡൻസ്, ഇതൊക്കെ നമ്മളെ വളർത്തിയെടുക്കാൻ സഹായിക്കും. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറിയൊക്കെ നമ്മൾ പഠിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. എൻഗേജ് ഇൻ ലാംഗ്വേജ് ഡിസ്കോഴ്സസ് ലൈക്ക് റീടെല്ലിംഗ് സ്റ്റോറീസ്, സ്പീച്ച് എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. സ്പീച്ച്, റീടെല്ലിംഗ്, സ്റ്റോറി പറയുന്നത്. Prepare graphic novels based on the reading of the text and the pictures given. Prepare breaking news text, newspaper report, interview. Assess the understanding of concepts through mind mapping.
use language elements like possessives, articles, comparatives, superlatives, etc. in relative context. ഇതൊക്കെ നമ്മുടെ ഗ്രാമർ പാർട്ടിലാണ്. ഇതൊക്കെ നമ്മൾ ഈ ഒരു ഇതിൽ പഠിക്കും. ഡിസൈൻ എ വേർഡ് പിരമിഡ് യൂസിങ് adjectives and determiners, എഡിറ്റ് ദ എറേഴ്സ് ഇൻ എ ഗിവൻ പാസേജ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ, ഇത് പൊതുവായിട്ട് എല്ലാ യൂണിറ്റിലും കൂടെ മൊത്തം യൂണിറ്റിലും കൂടെ പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളതാണ്. കുറേ ഗ്രാമറാണ്, കുറേ ഗ്രാമർ അല്ലാത്ത നമുക്ക് റൈറ്റിങ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ, സ്പീച്ച്, ഇൻ്റർവ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് പേജ്. ഹാവ് യു ഹേർഡ് ഓഫ് റോബിൻസൺ ക്രൂസോ? നിങ്ങൾ റോബിൻസൺ ക്രൂസോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നോവലായിട്ടാണ് ശരിക്കുള്ളത്. ഒരുപാട് സിനിമകളുണ്ട്, കാർട്ടൂണായിട്ടും കാണാം, സിനിമയായിട്ടുണ്ട്. യു ക്യാൻ സെർച്ച് ഇൻ യൂട്യൂബ് ഇഫ് യു വാണ്ട്. Robinson Crusoe is a character in Daniel Defoe's novel, The Life and Adventures of Robinson Crusoe, published in the year 1919. 1919 ഡാനിയൽ ഡെഫോ എന്ന് പറഞ്ഞ ആളെ നോവലിൽ ദ ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ എന്ന ഒരു നോവലിലെ കഥാപാത്രമാണ്, പ്രധാന കഥാപാത്രമാണ് റോബിൻസൺ ക്രൂസോ. ഭയങ്കര ഫേമസ് ആണ്. കഥാബുക്കിലൊക്കെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നോവൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത നോവലും ഉണ്ടാവും. ഇനി മൂവിയുണ്ട്, സിനിമയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് എന്തായാലും ഭയങ്കര ഫേമസ് ആണ്, യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നൗ റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം റോബിൻസൺ ക്രൂസോസ് ഡയറി. റോബിൻസൺ ക്രൂസോയുടെ ഡയറിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മളോട് വായിക്കാൻ പറയുന്നത്. സെപ്റ്റംബർ 30, 1659. അപ്പോൾ 1659, ഒരു ഏകദേശം 400-ലേറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഡയറി. സെപ്റ്റംബർ 30. I, poor miserable Robinson Crusoe, being shipwrecked during a dreadful storm, came ashore on this dismal, unfortunate island, which I call the Island of Despair. അപ്പോൾ പറയാണ്, ഞാൻ poor miserable Robinson Crusoe, പാവപ്പെട്ട ദയനീയനായ അവസ്ഥയിലുള്ള റോബിൻസൺ ക്രൂസോയാണ്. ഒരു സങ്കടത്തിലുള്ള ഒരു ഡയറിയാണ്. ബീങ് ഷിപ്പ്വ്രെക്ഡ് ഡ്യൂറിങ് എ ഡ്രെഡ്ഫുൾ സ്റ്റോം, ഭയങ്കരമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റിൽ കപ്പൽ തകർന്നടിഞ്ഞ്. കെയിം അഷോർ ഓൺ ദിസ് ഡിസ്മൽ അൺഫോർച്ചുനേറ്റ് ഐലൻഡ്, ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള നിരാശയുടെ ഈ ഒരു ദ്വീപിലേക്ക് ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. കെയിം അഷോർ, ഞാൻ ഇവിടെ അടിഞ്ഞു എന്ന് വെച്ചാൽ കപ്പൽ തകർന്ന് ഈ ഒരു ദ്വീപിൽ എത്തിപ്പെട്ട ഈ നിർഭാഗ്യവാനായ പാവപ്പെട്ട ഒരു റോബിൻസൺ ക്രൂസോ എന്ന വ്യക്തിയാണ് ഞാൻ ഈ ഐലൻഡിനെ വിളിക്കുന്നത് ദ ഐലൻഡ് ഓഫ് ഡിസ്പെയർ, നിരാശയുടെ ഐലൻഡ്, നിരാശയുടെ ദ്വീപ്, സങ്കടത്തിൻ്റെ ദ്വീപ് എന്നാണ്. ഓൾ ദ റെസ്റ്റ് ഓഫ് ഷിപ്സ് കമ്പനി ബീയിങ് ഡ്രോൺഡ്, എൻ്റെ കൂടെ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന എല്ലാവരും മുങ്ങി മരിച്ചു. അതാണ് ഡ്രോൺ എന്ന് വെച്ചാൽ മുങ്ങി മരിക്കുന്നതിനാണ് പറയുക. ആൻഡ് മൈസെൽഫ് ആൾമോസ്റ്റ് ഡെഡ്, ഞാനും ഏകദേശം മരണതുല്യമായിട്ടുള്ള അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ എൻ്റെ കാര്യവും ഏകദേശം കഷ്ടത്തിലാണ്. ഞാൻ ആകെ ക്ഷീണിച്ച് അവശനാണ്, മരണത്തോട് മല്ലിടുകയാണ്. അത്ര സിറ്റുവേഷനിലാണ് ഞാൻ. All the rest of the day I spent in afflicting myself at the dismal circumstances which I was brought to. ഞാൻ എത്തിപ്പെട്ട ഈ ഒരു നശിച്ച ദുരിതപൂർണമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്നെയും സ്വയം പീഡിപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ദിവസം മുഴുവനും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാനൊരു ദ്വീപിലിങ്ങനെ ഒറ്റപ്പെട്ട് സ്വയം പീഡനം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഡയറി എഴുതും. I had neither food, house, clothes, no weapon. എനിക്കിവിടെ ഫുഡില്ല, വീടില്ല, വസ്ത്രമില്ല, എൻ്റെ കയ്യിലൊരു ആയുധവും ഇല്ല. In the despair I saw nothing but death before me. എൻ്റെ മുന്നിൽ മരണമല്ലാതെ ഒന്നും ഞാൻ കാണുന്നില്ല. Either that I should be devoured by wild beasts, murdered by savages, or starved to death for want of food. ഒന്നെങ്കിൽ ഞാൻ കാട്ടുമൃഗങ്ങൾ എന്നെ വിഴുങ്ങും,
വൈൽഡ് ബീസ്റ്റ് ഉദ്ദേശിച്ചത് കാട്ടിലുള്ള അവിടെ ആ ദ്വീപിലുള്ള കാട്ടുമൃഗങ്ങൾ എന്നെ വിഴുങ്ങും. അല്ലെങ്കിൽ മേർഡേഡ് ബൈ സവേജസ്, അല്ലെങ്കിൽ ഈ ദ്വീപിലുള്ള ഏതെങ്കിലും നരഭോജികളായിട്ടുള്ള അല്ലെങ്കിൽ കാട്ടുമനുഷ്യർ എന്നെ കൊല്ലും, അവരെന്നെ കൊല്ലപ്പെടും, അവരാൽ ഞാൻ കൊല്ലപ്പെടും. ഓർ സ്റ്റാർവ് ഡെത്ത് ഓഫ് ഫോർ വാണ്ട് ഓഫ് ഫുഡ്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കും. എന്തായാലും എന്നെ മുന്നോട്ട് നോക്കുമ്പോൾ മരണമല്ലാതെ ഒന്നും എൻ്റെ മുന്നിലില്ല. At the approach of night, I slept in a tree for fear of wild creatures, but slept soundly through it rained all night. കഴിഞ്ഞ രാത്രി എന്നാണ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ രാത്രി ഞാൻ വന്യജീവികളെ പേടിച്ചിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കിടന്നാണ് ഉറങ്ങിയത്. പക്ഷേ രാത്രി മുഴുവനും മഴ പെയ്യുകയാണെങ്കിലും ഞാൻ നന്നായിട്ട് ഉറങ്ങി. ബിക്കോസ് ഹി മൈറ്റ് ബി വെരി ടയേർഡ്, നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവാം. അത് കാരണമായിരിക്കും ഒരു മരത്തിൻ്റെ മുകളിലാണ് കഴിഞ്ഞ രാത്രി ഈ കാട്ടുമൃഗങ്ങളെ പേടിച്ചിട്ട് ഉറങ്ങിയത്. നന്നായിട്ട് മഴ പെയ്തിരുന്നെങ്കിലും ഞാൻ നന്നായിട്ട് ഉറങ്ങി. Down the diary we have 3 questions. First one, what happened to Robinson Crusoe? ഈ ഡയറിയിൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. എന്താണ് റോബിൻസൺ ക്രൂസോക്ക് സംഭവിച്ചത്? നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട, ജസ്റ്റ് നമുക്ക് ഈ ഒരു കഥ ഒന്നുകൂടെ മനസ്സിലാക്കി, ഈ ഒരു ഡയറി ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് റോബിൻസൺ ക്രൂസോ സംഭവിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ഹി വാസ് ഷിപ്പ്‌റെക്ക്ഡ് ഡ്യൂറിങ് എ ഡ്രെഡ്ഫുൾ സ്റ്റോം ആൻഡ് കെയിം അഷോർ ടു എൻ ഐലൻഡ്. അദ്ദേഹത്തിന് കപ്പൽ തകർന്നു, ഒരു യാത്രയിലായിരുന്നു, കപ്പൽ തകർന്നു, ഒരു ദ്വീപിലെത്തിപ്പെട്ടതാണ്. വൈ ഡസ് ഹീ കോൾ ദ ഐലൻഡ് ഓഫ് ഡിസ്പെയർ? എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ദ്വീപിനെ നിരാശയുടെ ദ്വീപ് എന്ന് വിളിച്ചത്? അറിയാമല്ലോ, നമുക്ക് സ്വന്തമായിട്ട് ഉത്തരം എഴുതാം. കാരണം എന്താണ്? അദ്ദേഹത്തിന് അവിടെ നിരാശ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാവരും മരണപ്പെട്ടു, വീടില്ല, വസ്ത്രമില്ല, ഭക്ഷണമില്ല. അപ്പോൾ സങ്കടവും നിരാശയും മാത്രമേ അവിടെയുള്ളൂ. വാട്ട് ഡു യു തിങ്ക് മൈറ്റ് ബി ദ ഫീലിങ്സ് ഓഫ് എ മാൻ ഹൂ ഈസ് അലോൺ ഇൻ എ ഡെസേർട്ട് ഐലൻഡ്? ഇങ്ങനെ ഒരു ആരുമില്ലാത്ത, മനുഷ്യരാരോരുമില്ലാത്ത ഒരു ഐലൻഡിൽ എത്തിപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഫീലിംഗ് എങ്ങനെയായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ലിവ് അലോൺ ഇൻ എ ഡെസേർട്ടഡ് ഐലൻഡ്. നമ്മളോട് സങ്കല്പിക്കാൻ പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് ഏകാന്തനായിട്ട് ഒരു ഡെസേർട്ടഡ് ഐലൻഡ്, ഒരു ആരുമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ കഴിയാൻ തീരുമാനിക്കുകയാണ്. യു ആർ ഗോയിങ് ടു ബി ദർ ഫോർ എ വീക്ക്. നിങ്ങൾക്ക് ഒരാഴ്ച അവിടെ നിൽക്കാൻ അവസരമുണ്ട്. യു ക്യാൻ ആസ്ക് ഫോർ ഓൺലി 5 തിങ്സ് ടു ലിവ് ദർ. അവിടെ ജീവിക്കണമെങ്കിൽ 5 കാര്യങ്ങൾ നമുക്ക് കൂടെ കൊണ്ടുപോകാം. വാട്ട് വുഡ് ദേ ബി ആൻഡ് വൈ വുഡ് യു ആസ്ക് ദം? ആ 5 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളത് ചോദിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കുട്ടികളോട് ഇതൊക്കെ ചോദിക്കാമായിരുന്നു. പല ആളുകളും പല ഉത്തരങ്ങളായിരിക്കും. ചിലർക്ക് ഫുഡായിരിക്കും, ചിലർക്ക് മൊബൈലായിരിക്കും, ഇൻ്റർനെറ്റ്, മൊബൈൽ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം പറയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ 5 കാര്യങ്ങൾ കൊണ്ടുപോവാം. എന്തൊക്കെയായിരിക്കും ആ 5 കാര്യങ്ങൾ? ആൻഡ് വൈ വുഡ് യു ആസ്ക് ദം? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ 5 കാര്യങ്ങൾ തിരഞ്ഞെടുത്തത് എന്നാണ്. സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കസ് വൈ യു നീഡ് ഈച്ച് ഓഫ് ദം. ഒരു ഗ്രൂപ്പായിട്ട് ക്ലാസ്സിലിരുന്നിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആ 5 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്, അതില്ലാതെ നമുക്ക് ഒരാഴ്ച പോലും തള്ളി നീക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അതാണ് അതിലൊരു ക്വസ്റ്റ്യൻ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പേജ് where our actual story, the first story begins. നമ്മുടെ ആദ്യത്തെ കഥ, നമ്മുടെ ഈ ഒരു യൂണിറ്റിലെ ആദ്യത്തെ ലെസൺ ആയിട്ടുള്ള എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ എന്നുള്ള കഥയിലേക്കാണ് കടക്കുന്നത്. സോ പ്ലീസ് ഓപ്പൺ പേജ് നമ്പർ 45. എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ. ഷിപ്പ്‌റെക്ക്ഡ് എന്ന് വെച്ചാൽ കപ്പൽ തകർന്നതിനാണ് ഷിപ്പ്‌റെക്ക്ഡ് എന്ന് പറയുക. അല്ലെങ്കിൽ കപ്പൽ ഈ കടലിൽ വെച്ചിട്ട് സ്റ്റോമിലും മറ്റും ഒക്കെ പെട്ട് തകരുന്നതിന് ഷിപ്പ്‌റെക്ക്ഡ് എന്ന് പറയും. സെയിലർ, നാവികൻ, അല്ലെങ്കിൽ കപ്പലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ നാവികന്മാരെന്ന് പറയും. The story of a shipwrecked sailor tells the saga of Luis Alejandro Velasco, a 20-year-old sailor who was washed overboard during a storm in the middle of Caribbean Sea on February 28, 1955. അപ്പോൾ നമ്മൾ ഈ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ എന്നുള്ള കഥയിൽ ലൂയിസ് അലജാൻഡ്രോ വെലാസ്കോ എന്ന 20 വയസ്സുള്ള ഒരു നാവികൻ്റെ കഥയാണ് പറയുന്നത്. 1955 ഫെബ്രുവരി 28 കരീബിയൻ കടലിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒരു കൊടുങ്കാട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കപ്പൽ തകർന്നത്.
Clinging to a life raft without food and water, he survived 10 days on the open sea. ഒരു ചങ്ങാടത്തിലൊരു ലൈഫ് റാഫ്റ്റിൽ ചങ്ങാടം നമ്മൾ ഈ കപ്പൽ തകരുമ്പോൾ അതിലുണ്ടാകുന്ന അവർ ജീവിക്കാൻ വേണ്ടി ഉണ്ടാകുന്നെങ്കിലും മരത്തടികളോ എന്തെങ്കിലുമൊക്കെ ഇടും. അതിലും പിടിച്ചുകൊണ്ട് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ 10 ദിവസമാണ് അദ്ദേഹം ആ ഒരു കടലിൽ കിടന്നത്. വാട്ട് ഹാപ്പൻ ടു വെലാസ്കോ ആൻഡ് ഹിസ് ഷിപ്പ്മേറ്റ്സ്? എന്താണ് വെലാസ്കോക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോലി ചെയ്തിരുന്ന ഷിപ്പിലുള്ള സുഹൃത്തുക്കൾക്കും സംഭവിച്ചത്? റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ നോവല്ല ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ദം. നമ്മളോട് ഈ ഒരു കഥ വായിച്ചിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കഥ വായിക്കുന്നതോടുകൂടെ നമുക്ക് മനസ്സിലാവുമായിരിക്കും എന്ത് സംഭവിച്ചുവെന്ന്. Okay, let's start the lesson. My first impression was that I was utterly alone in the middle of the ocean. അതായത് കപ്പൽ തകർന്ന് എൻ്റെ ആദ്യം ഞാൻ കരുതിയത് എന്ന് വെച്ചാൽ അപ്പോൾ ചിലപ്പോൾ ബോധം പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കാം കണ്ണ് തുറന്നത്. നമുക്ക് നോക്കാം. മൈ ഫസ്റ്റ് ഇംപ്രഷൻ, ഞാൻ ആദ്യം കരുതിയത് ഐ വാസ് അറ്റർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷൻ. ഞാൻ ഒറ്റക്കാണ് ആ ഒരു സമുദ്രത്തിൻ്റെ നടുവിലെന്നാണ്. ദ ഷിപ്പ് plunged into an abyss that and disappeared. ഞങ്ങളുടെ കപ്പൽ ഒരു അഗാധമായിട്ടുള്ള ഗർത്തത്തിലേക്ക്, അതായത് ഈ ചുഴി ഉണ്ടാവുമല്ലോ കടലിലുണ്ടാകുന്ന, അതിലേക്ക് പോയി ഒരു അഗാധയിലേക്ക് ഡിസപ്പിയർഡ്, എന്നിട്ടത് കാണാതായി. ഐ ഹാഡ് നോ ഐഡിയ വാട്ട് വാസ് ഹാപ്പനിങ്. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറേ സമയത്തേക്ക് അങ്ങനെയാണ്, നമ്മളൊരു അപകടത്തിലേക്കൊക്കെ പെട്ടുപോകുമ്പോൾ ഞാൻ എവിടെയാണ്, എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയാത്തൊരവസ്ഥയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. I took hold of one of the bobbing crates and stupidly began to contemplate the sea. ഞാൻ ആ വെള്ളത്തിൽ മുങ്ങിയും താഴ്ന്നും ഇങ്ങനെ കൊണ്ടിരിക്കുന്ന ഒരു കൊട്ടയിൽ കൈ വിരിച്ചുകൊണ്ട് അതിൽ പറ്റിപ്പിടിച്ച് കയറിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൽ കയ്യിൽ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ എന്തും അറിയാത്തൊരവസ്ഥയാണല്ലോ, വല്ലാത്തൊരവസ്ഥയാണ്, അപകടം നടന്നിട്ടുള്ളത്. ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ. നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ദിവസമാണത്. Except for the choppy waves produced by the wind and the cargo scattered across the surface, there was no evidence of a shipwreck. ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഒരു മണ്ടനെ പോലെ. സ്റ്റ്യൂപ്പിഡ്ലി കൺടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ ഞാനൊരു മണ്ടനെ പോലെ ആ കടലിൽ നിന്ന് ചിന്തിക്കുകയാണ്. നോക്കുമ്പോൾ ചുറ്റുഭാഗം നല്ല പെർഫെക്റ്റ് ഡേ ആണ്. യാതൊരു കാറ്റോ കോളോ ഒന്നുമില്ല. ഒരു എക്സെപ്റ്റ് പറഞ്ഞാൽ എന്താണ്, ഒഴികെ എന്തുണ്ട്, ചെറുതായിട്ട് കാറ്റുണ്ടാക്കുന്ന തിരമാലകൾ, പ്രക്ഷുബ്ധമായിട്ടുള്ള തരംഗങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു തിരമാലകളുണ്ട്. അതുപോലെ കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളൊക്കെ ആ ഒരു കടലിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്, സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു അടയാളവും ഇല്ല. കപ്പൽ തകർന്നതിന് യാതൊരു അടയാളവും കാണുന്നില്ല. കപ്പൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കടലിലേക്ക് മുങ്ങിപ്പോയിട്ടുണ്ട്. Soon I began to hear shouts nearby. ഞാൻ ഈ വെള്ളത്തിൽ അങ്ങനെ കിടന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് സംഭവിച്ചതെന്നറിയാതെ വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിലാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ചുറ്റുഭാഗവും ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി. ത്രൂ ദ ഷാർപ്പ് വിസ്ലിംഗ് ഓഫ് ദ വിൻഡ്, ഈ കൊടുങ്കാറ്റിൻ്റെ ആ ഒരു വിസിലിനടിയിലും, എന്ന് വെച്ചാൽ കൊടുങ്കാറ്റിൻ്റെ ആ ഒരു ശബ്ദത്തിലോ അല്ലെങ്കിൽ കാറ്റിൻ്റെ ശബ്ദത്തിലും ഐ റെക്കഗ്നൈസ്ഡ്, ഞാൻ മനസ്സിലാക്കി ദ വോയിസ് ഓഫ് ജൂലിയോ അമാഡോ കാരബായോ. ജൂലിയോ അമാഡോ കാരബാലോ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ ഷിപ്പ്മേറ്റിൻ്റെ ആ ശബ്ദം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. റെക്കഗ്നൈസ്ഡ്, ഞാൻ തിരിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം. ചിലപ്പോൾ കാരബായോ എന്നാവാനും സാധ്യതയുണ്ട് കേട്ടോ. ഈ ഒരു പ്രൊനൗൺസിയേഷൻ ഇസ് സ്പാനിഷ് നെയിം ആക്ച്വലി. സോ ജൂലിയോ അമാൻഡോ കാരബായോ എന്നാവും കാരബാലോ എന്നാവാനും സാധ്യതയുണ്ട്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. എനിവേ, ഹീസ് ടോൾ വെൽ ബിൽറ്റ് ഓഫീസർ ഹു വാസ് യെല്ലിങ് അറ്റ് സം വൺ, ഫാറ്റ്സോ ഹോൾഡ് ദെയർ. ഈ ശബ്ദമാണ് കേൾക്കുന്നത്, ഉറക്കെ ഉച്ചത്തിൽ പറയാണ്, അവിടെ നിൽക്ക്, ഫാറ്റ്സോ ഹോൾഡ് ദെയർ. ഇദ്ദേഹം ഒരു ഓഫീസറാണ്, അവിടുത്തെ ടോൾ, നല്ല നീളമുള്ള, വെൽ ബിൽറ്റ്, നല്ല ശരീരമൊക്കെ ഉള്ള ഒരു ഓഫീസറാണ്. ഇറ്റ് വാസ് ആസ് ഇഫ് ഇൻ ദാറ്റ് ഇൻസ്റ്റൻറ്റ് ഐ ഹാഡ് അവേക്കൻ ഫ്രം എ മൊമെൻറ്റ്സ് ഡീപ്പ് സ്ലീപ്പ്. അതാണ് ഉണ്ടായ അവസ്ഥ. ഇതുവരെ ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു നമ്മുടെ ഈ കഥയിലെ നായകൻ, എന്ന് വെച്ചാൽ വെലാസ്കോ എന്നാണ് നമ്മുടെ കഥയിലെ നായകൻ. പെട്ടെന്ന് ഞാനൊരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഞാനങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് നമുക്കൊരു അപകടമൊക്കെ സംഭവിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. കുറച്ച് നേരത്തേക്ക് നമുക്കൊന്നും ഓർമ്മ കാണില്ല, ഞാൻ എവിടെയാണെന്നോ
എന്താണ് സംഭവിച്ചതെന്നോ ഞാൻ എങ്ങോട്ട് പോവാണോ ഒന്നും ഒരു ഓർമ്മയില്ലാത്തൊരവസ്ഥയായിരിക്കും. പെട്ടെന്നാണ് ഓർമ്മ വരും എന്താണ് സംഭവിച്ചത്, ഞാൻ എങ്ങോട്ട് പോവായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഒരു മൊമെൻറ്റ് ഞാൻ ഒരു ഭയങ്കരമായ അഗാധമായിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇറ്റ് ഡോൺഡ് ഓൺ മീ ദാറ്റ് ഐ വാസൻറ്റ് അലോൺ ഇൻ ദ സീ. പെട്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒറ്റയ്ക്കല്ല ഈ ഒരു കടലിൽ. ദർ ഓൺലി എ ഫ്യൂ മീറ്റേഴ്സ് അവേ മൈ മെയ്റ്റ്സ് വെർ ഷൗട്ടിങ് ടു അനദർ ആൻഡ് ട്രൈങ് ടു സ്റ്റേ അഫ്ലോട്ട്. എൻ്റെ ചുറ്റുപാടുന്ന് കുറച്ച് മീറ്ററുകൾക്കപ്പുറം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന കപ്പലിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഉറക്കെ മറ്റുള്ളവരോട് വിളിച്ചു പറയുകയാണ്, മാക്സിമം എന്ത് ചെയ്താൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുക, താഴ്ന്നു പോയി കഴിഞ്ഞാൽ മരണപ്പെടുമെന്ന് ജീവന് വേണ്ടി എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്വിക്ക്ലി ഐ ബിഗാൻ ടു തിങ്ക് ഐ കുഡൻറ്റ് സ്വിം ഇൻ ജസ്റ്റ് എനി ഡയറക്ഷൻ. പെട്ടെന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഏത് ഡയറക്ഷനിലേക്കും എന്ത് കഴിയുന്നില്ല, നീന്താൻ കഴിയുന്നില്ല. പെട്ടെന്നാണ് എനിക്കത് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ചിന്തിച്ചത് അപ്പോഴാണ്. I knew we were about 50 miles from Cartagena, but I was not yet frightened. For a moment, I thought I could hold on to the crate indefinitely. എനിക്കറിയാമായിരുന്നു ഞാനിപ്പോൾ കാറ്റഗാന എന്ന സ്ഥലത്തിൽ നിന്ന് 50 മൈലുകൾക്കപ്പുറത്താണ്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഐ വാസ് നോട്ട് അഫ്രൈഡ് ഓർ ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്. എനിക്ക് പേടിയൊന്നും തോന്നില്ല. 50 മൈൽസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 75 കിലോമീറ്റേഴ്സ് നമ്മളൊന്ന് എടുത്ത് നോക്കുക, അത്ര ദൂരെയാണ്. എന്ന് വെച്ചാൽ നീന്തി കരയ്ക്ക് എത്താൻ യാതൊരു സാധ്യതയില്ല, അത്ര ദൂരം നീന്താൻ കഴിയില്ല എന്നുറപ്പാണ്. ഫോർ എ മൊമെൻറ്റ് ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദ ക്രേറ്റ് ഇൻഡെഫിനറ്റ്ലി. ഞാൻ ആ നിമിഷം ചിന്തിച്ചത് ഞാൻ ഈ ഒരു ക്രേറ്റിൽ പിടിച്ച് എനിക്ക് എത്ര നേരം നിൽക്കാമല്ലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് ആ ഒരു നിമിഷം. നെക്സ്റ്റ് പേജ്. ഇൻഡെഫിനറ്റ്ലി അൺടിൽ ഹെൽപ്പ് അറൈവ്ഡ്. അത്രയുണ്ട് കേട്ടോ. അതായത് എനിക്ക് പേടിയൊന്നും തോന്നില്ല, എന്തായാലും നീന്തി രക്ഷപ്പെടാൻ സാധിക്കുന്ന ദൂരത്തിലല്ല കര, ഏകദേശം 50 മൈൽ അപ്പുറത്താണ് കരയുള്ളത്. പക്ഷേ എനിക്ക് പേടി തോന്നിയില്ല. ഞാൻ കരുതിയത് എനിക്ക് ഈ ഒരു ക്രേറ്റിലും പിടിച്ചിട്ട് ഒരു സഹായിക്കാൻ ആരെങ്കിലും വരുന്നത് വരെ എനിക്ക് നിൽക്കാൻ കഴിയും. ഇൻഡെഫിനറ്റ്ലി പറഞ്ഞാൽ ഒരുപാട് നേരം നിൽക്കാൻ കഴിയും. അൺടിൽ ഹെൽപ്പ് അറൈവ്ഡ്, ഒരു സഹായം വരുന്നത് വരെ എന്നാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചത്. It was reassuring to know that all around me other sailors were in the same predicament. പെട്ടെന്ന് ഞാൻ ആലോചിച്ചത് എനിക്ക് ചുറ്റും എൻ്റെ അതേ അവസ്ഥയിൽ മറ്റുള്ള എൻ്റെ ഷിപ്പ്മേറ്റ്സ്, എൻ്റെ മറ്റുള്ള നാവികന്മാരും കൂടെ ഇതുപോലെ എൻ്റെ അവസ്ഥയിൽ അതേ ദുരവസ്ഥ. പ്രെഡിക്മെൻ്റ് പറഞ്ഞാൽ ഇവിടെ ദുരവസ്ഥ എന്നാണ് അർത്ഥം. ഇതുപോലെ ഉണ്ട് എന്നത് എനിക്ക് റീഅഷ്വറിങ് ആയിരുന്നു, എനിക്കൊരു ധൈര്യം നൽകി, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം നൽകി. ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ ഒറ്റക്കല്ലല്ലോ, എൻ്റെ കൂടെ മറ്റുള്ളവരും ഇതേ അവസ്ഥയിൽ പെട്ട് കിടക്കുകയാണല്ലോ എന്നതൊരു ആശ്വാസം നൽകി. ദെൻ ഐ സോ എ റാഫ്റ്റ്. അപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു റാഫ്റ്റ്, ചങ്ങാടം കണ്ടു. എന്ന് വെച്ചാൽ ഈ കപ്പലിലൊക്കെ ഇങ്ങനെ കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ രക്ഷിക്കാൻ ആരെങ്കിലും വരുന്നത് വരെ പിടിച്ചു നിൽക്കാൻ കപ്പലുണ്ടാവും, രക്ഷക്ക് എന്തെങ്കിലുമൊക്കെ. അതിൽ ആണ് റാഫ്റ്റ് എന്ന് പറയുക, ലൈഫ് റാഫ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് അങ്ങനെ ഒരു ചങ്ങാടം അവിടെ അദ്ദേഹം കണ്ടു. There were 2 life rafts about 7 meters apart. They appeared unexpectedly on the crest of a wave, near where my mates were calling out. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഏകദേശം 7 മീറ്ററുകൾ അപ്പുറത്തായിട്ട് 2 ലൈഫ് റാഫ്റ്റുകൾ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. They appeared unexpectedly on the crest ഓഫ് എ വേവ്. പെട്ടെന്ന് ഒരു തിരമാല അടിച്ചപ്പോൾ എൻ്റെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായത് വന്ന് പെട്ടതാണ്, ഞാൻ കണ്ടതാണ് ഈ 2 ലൈഫ് റാഫ്റ്റുകൾ. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഇങ്ങനെ മുങ്ങിക്കണ്ട് അവർ അലറി വിളിക്കുന്നുണ്ട്. അവർക്കാർക്കും ഈ ലൈഫ് റാഫ്റ്റ് എത്താൻ കഴിഞ്ഞില്ല. ഇറ്റ് സീംഡ് ഓഡ് ദാറ്റ് നൺ ഓഫ് ദം കുഡ് റീച്ച് ദ ലൈഫ് റാഫ്റ്റ്. ആർക്കും എന്ത് കഴിഞ്ഞില്ല, ആ ലൈഫ് റാഫ്റ്റിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇൻ ആൻ ഇൻസ്റ്റൻറ്റ് വൺ ഓഫ് ദ റാഫ്റ്റ് ഡിസപ്പിയർഡ് ഫ്രം ദ വ്യൂ. പെട്ടെന്ന് ഒരു ലൈഫ് റാഫ്റ്റ്, 2 ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലൊന്ന് പെട്ടെന്ന് കാണാണ്ടായി. ഐ കുഡൻറ്റ് ഡിസൈഡ്. ഐ ഫൗണ്ട് മൈസെൽഫ് സ്വിമ്മിങ് ടുവാർഡ്സ് ദ വൺ ഐ കുഡ് സീ വിച്ച് വാസ് മൂവിങ് ഫാദർ അവേ ഫ്രം മീ. പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ലൈഫ് റാഫ്റ്റിലേക്ക് നീന്താൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ ഏകദേശം 3 മിനിറ്റോളം നീന്തി. ഐ സ്വാം അബൌട്ട് 3 minutes. സ്വിമ്മിൻ്റെ പാസ്റ്റ് ടെൻസാണ് സ്വാം. സ്വിം എന്ന് വെച്ചാൽ നീന്തുക, സ്വാം
നീന്തി കേട്ടോ. I lost the sight of raft momentarily, but I was careful not to lose my bearings. We have reached at the next page. അപ്പോൾ അങ്ങനെ ഞാൻ ആ ലൈഫ് റാഫ്റ്റിലേക്ക് നീന്തുന്നതിനിടയിൽ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ നിന്ന് ആ കാഴ്ച മറഞ്ഞു പോയി. എന്ന് വെച്ചാൽ എനിക്ക് കാഴ്ച ഇല്ലാതായി, ഈ ഇത് കാണാതായി, നമ്മുടെ ലൈഫ് റാഫ്റ്റ് കാണാതായി. ബട്ട് ഐ വാസ് കെയർഫുൾ നോട്ട് ലൂസ് മൈ ബിയറിങ്സ്. പക്ഷെ ഞാൻ പിടിച്ചിരിക്കുന്ന ഈ ബിയറിങ്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ എ റഫ് വേവ് പുഷ് ദ റാഫ്റ്റ് അലോങ് സൈഡ് മീ. ഒരു വലിയൊരു തിരമാല വന്നിട്ട് ആ ലൈഫ് റാഫ്റ്റ് എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നു ഭാഗ്യത്തിന്. ഇറ്റ് വാസ് ഹ്യൂജ്, വൈറ്റ് ആൻഡ് എംപ്റ്റി. ഞാനത് ഒരു ശൂന്യമായിരുന്നു, വലിയൊരു റാഫ്റ്റായിരുന്നു, ഒരു ചങ്ങാടമായിരുന്നു, അതുപോലെ എംപ്റ്റി, അതിലാരും ഉണ്ടായിരുന്നില്ല. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് ദ റിഗിങ് ആൻഡ് ജമ്പ് അബ്രൗഡ്. ഞാൻ ആ ചങ്ങാടത്തിലുണ്ടാവും നമ്മൾ കയറാൻ വേണ്ടിയിട്ടുള്ള കയറുകൾ, അതാണ് റിഗിങ് എന്ന് പറഞ്ഞാൽ. അതിൽ പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറാൻ നോക്കി. ഐ മേഡ് ഇറ്റ് ഓൺ ദ തേർഡ് ട്രൈ. മൂന്നാമത്തെ ശ്രമത്തിൽ ഞാൻ അതിൽ കയറിപ്പറ്റി. ഓൺസ് ദ റാഫ്റ്റ് panting, whipped by the wind, immobilized and freezing, I found it hard to sit up. ആ ചങ്ങാടത്തിൽ ഞാൻ കയറിപ്പറ്റി എങ്ങനെയൊക്കെയോ. അങ്ങനെ ഞാൻ ആകെ അതിലെത്തിയപ്പോൾ ആകെ പാൻറ്റിങ് എന്ന് വെച്ചാൽ നമ്മൾ ആകെ കിതച്ച് ശ്വാസം കിട്ടാത്ത അവസ്ഥ. whipped by the wind, കാറ്റിനാൽ അടി കിട്ടിയ പോലെ, എന്ന് വെച്ചാൽ അത്ര ഭയങ്കര ശക്തിയുമായിട്ടുള്ള കാറ്റാണ്. ആൻഡ് ഇമ്മൊബിലൈസ്ഡ് പറഞ്ഞാൽ നിശ്ചലമാവുക, അനങ്ങാൻ കഴിയാതിരിക്കുക. മൊബൈൽ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഇമ്മൊബിലൈസ്. ആൻഡ് ഫ്രീസിങ്, തണുത്തുറഞ്ഞ്. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു സിറ്റ് അപ്പ്. എനിക്ക് അവിടെ ആ ചങ്ങാടത്തിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. ദെൻ ഐ സോ 3 of my mates near the raft trying to reach. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് 3 എൻ്റെ സുഹൃത്തുക്കൾ ഈ റാഫ്റ്റിലേക്ക് എത്തിപ്പെടാൻ നീന്തി വരുന്നതായിട്ടാണ് കണ്ടത്. I recognized them immediately. Castillo had a firm grip around Caraballo's neck, and Caraballo, who had been on watch when the accident occurred, was wearing his life jacket. He yelled, "Hold on tight, Castillo." They floated amid the scattered cargo about 10 meters away. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഈ ഒരു ചങ്ങാടത്തിൽ ഈ ലൈഫ് റാഫ്റ്റിൽ എത്തിപ്പെട്ട് നോക്കിയപ്പോൾ എൻ്റെ 3 സുഹൃത്തുക്കൾ വരുന്നതാണ് കണ്ടത്. ആൻഡ് റെക്കഗ്നൈസ്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ ആരെയാണ്, കുറച്ച് ദൂരെയാണ് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാസ്റ്റിലോ ഹാഡ് എ ഫേം ഗ്രിപ്പ് അറൗണ്ട് കാരബാലോസ് നെക്ക്. കാരബാലോ എന്ന് പറഞ്ഞ ആളെന്തായിരിക്കുകയാണ്, ആകെ ഈ ഫേം ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഉറച്ച് പിടിച്ചിട്ടുണ്ട് കാരബാലോൻ്റെ നെക്കിൽ. കാസ്റ്റിലോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കാരബാലോ ഹു ഹാഡ് ബീൻ ഓൺ വാച്ച് വെൻ ദ ആക്സിഡൻറ്റ് ഒക്കേർഡ്. ഇപ്പോൾ നമ്മൾ ഈ കപ്പലിൽ ഒരാളുണ്ടാവും വാച്ചിൽ, അവരായിരിക്കും പുറത്തുനിന്നുള്ള അവസ്ഥയൊക്കെ നോക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് കാരബാലോ ആയിരുന്നു വാച്ചിലുണ്ടായിരുന്നത്. അദ്ദേഹം ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മുങ്ങിപ്പോവില്ല. അപ്പോൾ ഈ കാസ്റ്റിലോ അദ്ദേഹത്തെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹി ഹെൽഡ്, ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റിലോ, നന്നായിട്ട് പിടിച്ചോ. ദേ ഫ്ലോട്ടഡ് അമിഡ് ദ സ്കാറ്റേർഡ് കാർഗോ അബൌട്ട് 10 meters away. 10 മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ഈ സ്കാറ്റേർഡ്, അതിലുള്ള കാർഗോ, നമ്മൾ പറഞ്ഞില്ല ചരക്കുകളൊക്കെ അവിടെ പരന്ന് കിടക്കുന്നുണ്ട്, അതിൻ്റെ നടുവിലൂടെ നീന്തി വരികയാണ്. On the other side was Luis Rengifo trying to stay above water with his headphones aloft in his right hand. വലത് കൈയിൽ ഹെഡ്ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് മറ്റു വശത്ത് ലൂയിസ് റെഞ്ചിഫോ എൻ്റെ ഈ ചങ്ങാടത്തിന് നേരെ നീന്തി നേരിടാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം വാട്ടറിന് മുകളിൽ നീന്തി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാഡ് സ്ട്രിപ്ഡ് ഓഫ് ഹിസ് ഷർട്ട് സോ ദാറ്റ് ഹി കുഡ് സ്വിം ബെറ്റർ. നന്നായിട്ട് നീന്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഷർട്ട് ഊരി കളഞ്ഞിട്ടുണ്ട്. ബട്ട് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ലൈഫ് ജാക്കറ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് ജാക്കറ്റ് അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. ഈവൻ ഇഫ് ഐ ഹാഡൻ സീൻ ഹിം ഐ വുഡ് ഹാവ് റെക്കഗ്നൈസ്ഡ് ഹിസ് ക്രൈ, ഫാറ്റ്സോ പെഡൽ ഓവർ ഹിയർ. അദ്ദേഹം ഉറക്കെ വിരിച്ച് കരയുകയാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് അദ്ദേഹം ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഫാറ്റ്സോ പെഡൽ ഓവർ ഹിയർ, ഇങ്ങോട്ട് വാ. We can stop here for now. We'll be discussing the remaining portion of the lesson in our next class. Please write the important words or the new words to your notebook. There are many words we have learned today. If you have any doubts, you can ask me, or you can use internet to find out the meaning. So we can stop here. Assalamu alaikum warahmatullah.